ഹായ് ഫ്രണ്ട്സ്, മമ്മാസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്നായി പഴുത്ത് കറുത്തു പോയ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. നേന്ത്രപ്പഴം നന്നായി തൊലി പൊളിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക്, നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ അത്രയും ബെറ്ററാണ്, പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച് നന്നായി ഇളക്കി വഴറ്റിയെടുക്കുക. ആ വഴറ്റി എടുത്ത നേന്ത്രപ്പഴത്തിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നേന്ത്രപ്പഴവും തേങ്ങയും നന്നായിട്ട് ഒരുമിച്ച് യോജിച്ച് വരണം. അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് അനുസരിച്ചുള്ള പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം. പഞ്ചസാര ഇതിന് മധുരം, പഴത്തിന് നല്ല മധുരമാണ്, പക്ഷേ നമ്മൾ ഇതിൻ്റെ കൂടെ തേങ്ങ ചിരകിയതും അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാര കുറച്ച് ചേർക്കുന്നത് നല്ല ഇതാണ്. അതിൻ്റെ കൂടെ ഏലക്കായ്പ്പൊടി, നട്ട്സ്, കിസ്മിസ് ഇതൊക്കെ ചേർക്കാം. എൻ്റെ കയ്യിൽ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്കാപ്പൊടി ചേർത്തു. അത് ഇതിൽ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി. അതിനുശേഷം നമ്മൾ അരിപ്പൊടി കുറച്ച് ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി യോജിപ്പിച്ച് ഇതൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിലാകുമ്പോൾ ബ്രെഡിൻ്റെ പൊടിയിൽ നമ്മളൊന്ന് റോള് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇതിൻ്റെ ഫ്ലേവർ എന്ന് വെച്ചാൽ നമ്മൾ പഴുത്ത ആ പഴത്തിൻ്റെ അല്ല കേട്ടോ, പ്രത്യേക ഒരു ഫ്ലേവറാണ്. ഏലക്കാപ്പൊടിൻ്റെയും നെയ്യിൽ ഇത് മുരിഞ്ഞ് വരുന്നതിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമാണ്. അവസാന ലുക്ക് ഇതാണ്. ഞാൻ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. എല്ലാവരും